തുടരണം. എം ജയചന്ദ്രൻ ഇടത് സഹയാത്രികൻ ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ എം ജയചന്ദ്രൻ, ഈ ഫലം പുറത്തു വന്ന ആദ്യ മണിക്കൂറിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് എല്ലാ ഘടകങ്ങളും പരിശോധിക്കും, തോൽവിയിൽ നിന്ന് പഠിക്കും, അത് അനുസരിച്ച് മുന്നോട്ട് പോകും എന്നതാണ്. അത് കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ഒരു സമീപനവും പ്രതികരണവുമാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് അന്ന് വന്നത്. 2010 ഫലം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ തിരിച്ചുവരവിനുള്ള സമയം ആവശ്യത്തിന് ഞങ്ങൾക്കുണ്ട്, അത് ചെയ്യും എന്ന സൂചനകളായിരുന്നു അദ്ദേഹം നൽകിയത്. എന്നാൽ പിന്നീട് നടന്ന ചർച്ചയിൽ ഏറ്റവും കൂടുതൽ ഇവിടെ പ്രതിഫലിച്ചു എന്ന് കരുതുന്ന ഭരണവിരുദ്ധ വികാരമാകട്ടെ, ശബരിമലയാകട്ടെ, ഇതൊന്നും ഞങ്ങളെ അഫക്റ്റ് ചെയ്തിട്ടില്ല എന്ന തരത്തിലുള്ളൊരു നിലപാടിലേക്ക് ഈ CPM ഘടകങ്ങൾ എത്തുന്നത് കൂടി നമ്മൾ കണ്ടതാണ്. ഇവിടെ ഇപ്പോൾ ജില്ലാ ഘടകങ്ങളിൽ മറച്ചുള്ളതാണ് വന്നിട്ടുള്ള റിപ്പോർട്ട് എന്നതും നമുക്ക് മുന്നിലുണ്ട്. ഈ ഘട്ടത്തിൽ നടക്കുന്ന ചർച്ചയെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? യാഥാർത്ഥ്യം മറ്റൊന്നാണ് എന്നത് നേതൃത്വം തിരിച്ചറിയുമോ? അതിൽ ഊന്നിക്കൊണ്ടുള്ള അത് തിരുത്താനുള്ള നടപടികൾ ഉണ്ടാകുമോ? ഇതില് പ്രധാനമായിട്ടും ഞാൻ ഈ ചർച്ചയിൽ മാത്രമല്ല, ഏതാണ്ടൊരു 10 വർഷക്കാലമായി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കാൻ ഇടവന്നിട്ടുള്ള വിവിധ ചർച്ചകളിലെല്ലാം ഞാൻ പതിവായി പറഞ്ഞു വരുന്ന ഒരു കാര്യം, 21ാം നൂറ്റാണ്ടിൽ ആന്റി ഇൻകംബൻസി എന്ന് പറഞ്ഞ ഒരു സംഗതി, ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വിലയിരുത്തലാണ്. ഈ ഇൻകംബൻസി ആന്റി ഇൻകംബൻസി ആണ് വാസ്തവത്തിൽ സഫോളജിസ്റ്റുകൾ ഒരുപാട് നിരീക്ഷണങ്ങൾ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. ഈ സഫോളജിസ്റ്റുകളെല്ലാം അക്കാര്യത്തിൽ പൊതുവിൽ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും മാധ്യമങ്ങളിൽ പലതും ഇപ്പോഴും ആന്റി ഇൻകംബൻസിയിൽ നിൽക്കുകയാണ്. 1955 ഒന്നാം പൊതുതെരഞ്ഞെടുപ്പ് മുതൽ ഇവിടെ ഈ അടിയന്തരാവസ്ഥ കഴിയുന്ന 1977 വരെയുള്ള ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ പ്രോ ഇൻകംബൻസി ആയിരുന്നു. ഭരണാനുകൂല വികാരം തുടർച്ചയായി കോൺഗ്രസിന് കിട്ടിക്കൊണ്ടു പോകുന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ആന്റി ഇൻകംബൻസി വരുന്നത്. കടുത്ത ആന്റി ഇൻകംബൻസി വരുന്നു, ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നു, ഇന്ദിരാഗാന്ധിയുടെ പതനം ഉണ്ടാകുന്നു, പിന്നീട് പല ഗവൺമെന്റുകൾ വരുന്നു. സഫോളജിസ്റ്റുകളുടെ വിശകലന പ്രകാരം ഏതാണ്ട് പുതിയ നൂറ്റാണ്ട് 21ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ 2001-2002 കൂടി ഈ ഭരണവിരുദ്ധ വികാരം എന്നുള്ള ഒരു പ്രതിഭാസം അവസാനിക്കുകയും പഴയ ആംഗ്രി യങ് വോട്ടേഴ്സ് എന്നുള്ള വിഭാഗം ആംഗ്രിയുമല്ല എങ്ങുമല്ല മെച്യൂർഡ് വോട്ടേഴ്സ് എന്ന നിലയിലേക്ക് പക്വത ആർജിക്കുകയും ഗുഡ് ഗവേണൻസ് ബാഡ് ഗവേണൻസ് ഈ നിലയിലേക്ക് ഭരണത്തെ വിലയിരുത്താൻ അവർ തുടങ്ങുകയും ചെയ്യുന്ന വളരെ സ്വാഗതാർഹമായ കാലഘട്ടമാണ് പുതിയ നൂറ്റാണ്ടിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഗുഡ് ഗവേണൻസ് സദ്ഭരണത്തിനുള്ള ഗുഡ് ഗവേണൻസ് നടത്തുന്ന ഗവൺമെന്റുകൾക്ക് ഭരണം തുടർച്ച നൽകുകയും ബാഡ് ഗവേണൻസ് ആണ് ചെയ്യുന്നതെങ്കിൽ അവരെ പ്രതിപക്ഷത്തിരുത്തുകയും ചെയ്യുക എന്നുള്ള നടപടി ഉടനീളം കേന്ദ്ര ഗവൺമെന്റിലാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റുകളാണെങ്കിലും നടന്നു വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇപ്പൊ കേരളത്തിൽ തന്നെ ഞാൻ പരത്തി പറയുകയല്ല, ഏറ്റവും ചുരുക്കി പറയുകയാണ്, കേരളത്തിൽ തന്നെ പിണറായി വിജയൻ ഗവൺമെന്റിന് ഭരണ തുടർച്ച കിട്ടി. എന്തുകൊണ്ടാണ്? അത് ഈ ഭരണവിരുദ്ധ വികാരം എന്നുള്ള ആ ഒരു സംജ്ഞ വെച്ച് നോക്കുമ്പോൾ പ്രശ്നങ്ങളാണ് കൊണ്ടുവരുന്നത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാനായിട്ട് നമ്മളൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. മറ്റേ സ്വർണ്ണക്കടത്ത് കേസൊക്കെ ഉള്ളത് ആലോചിച്ചാൽ മതി. പക്ഷേ ഗവൺമെന്റിനെ സംബന്ധിച്ച് അവരുടെ ഗുഡ് ഗവേണൻസ് ആണ് ജനങ്ങളിൽ ഉണ്ടായിരുന്നത്. ആ ഗുഡ് ഗവേണൻസ് ആണ് അവർ തുടർച്ച കൊടുത്തത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷേ ലോക്സഭയിലെ വോട്ടിംഗ് പാറ്റേൺ മറ്റൊന്നാണ്. അത് നമുക്കറിയാം. ഇവിടെ ചർച്ചാ വിഷയം ഇപ്പൊ ആക്കേണ്ട കാര്യമില്ലാത്ത അതിലേക്ക് പോകുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേണും വ്യത്യസ്തമാണല്ലോ. അപ്പൊ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷന്റെ റിസൾട്ട് വന്നു. LDF പ്രതീക്ഷിച്ച റിസൾട്ട് അല്ല ഇത് എന്നുള്ളത് മുഖ്യമന്ത്രി ഉൾപ്പെടെ, CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ, CPM ജനറൽ സെക്രട്ടറി, MLA ഉൾപ്പെടെ എല്ലാവരും അത് തുറന്നു സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. ഭരണവിരുദ്ധ നേതാക്കളടക്കം എല്ലാവരും തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. ഈ ഒരു റിസൾട്ട് അല്ല താൻ പ്രതീക്ഷിച്ചത്. അപ്പൊ തന്നെ ശ്രദ്ധിക്കേണ്ട വസ്തുവായിട്ട് എനിക്ക് തോന്നിയത് CPM സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞ സ്റ്റേറ്റ് സെക്രട്ടറി ഓഡിയോയിൽ ചില പ്രശ്നങ്ങളുണ്ട്. എനിക്ക് പൂർണ്ണമായും വ്യക്തമാകുന്നില്ല താങ്കൾ പറയുന്നത്. അത് പരിഹരിക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒന്നുകൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്തോളൂ. അല്ല കേൾക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ വ്യക്തമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ ഗുഡ് ഗവേണൻസും ബാഡ് ഗവേണൻസുമാണ്
ബാധിക്കപ്പെടുന്ന അത് മനസ്സിലായി, അത് കേട്ടു. 2021 വലിയ വിമർശനങ്ങൾ, അതിക്രൂരമായ വിമർശനങ്ങൾ പിണറായി വിജയൻ ഗവൺമെന്റിനെ സംബന്ധിച്ചുണ്ടായി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന്, BJPയുടെ ഭാഗത്തു നിന്നും, മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും. പക്ഷെ തിരിച്ചു വന്നു. അപ്പൊ ജനങ്ങൾ പരിഗണിച്ചത് ഗുഡ് ഗവേണൻസ് ആണ് എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്നത്. ഇപ്പോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് റിസൾട്ട് വന്നപ്പോ തങ്ങൾ പ്രതീക്ഷിച്ച റിസൾട്ട് അല്ലാന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ ഗോവിന്ദ മാഷ് സെക്രട്ടേറിയറ്റ് വിലയിരുത്തലിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എന്താണ് പറഞ്ഞത്? ഞങ്ങൾ ഇതിന്റെ ഈ രാഷ്ട്രീയമായ കാരണങ്ങളും സംഘടനാപരമായ കാരണങ്ങളും പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. അതാണ് ഇന്നും നാളെയും മറ്റന്നാളുമായി CPM-ന്റെ നേതൃയോഗത്തിൽ നടക്കുന്നത്. CPI സെക്രട്ടറി അത് തന്നെ പറഞ്ഞു, ഞങ്ങളുടെ നേതൃഘടകങ്ങൾ പരിശോധിക്കും, ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. അപ്പൊ എന്താണ് അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയമായ തിരുത്തലുകൾ, സംഘടനാപരമായ പരിശോധനകളും അതിനാവശ്യമായ തിരുത്തലുകൾ എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടത് മറ്റൊന്നാണ്. അതുകൂടെ പറഞ്ഞാൽ ഈ ഘട്ടത്തിൽ നിർത്താം. അതായത് കേരളത്തിലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടിംഗിൽ 2 പാറ്റേൺ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് അർബൻ വോട്ടിംഗ്, മറ്റൊന്ന് റൂറൽ വോട്ടിംഗ്. ഇപ്പൊ അർബൻ വോട്ടിംഗിൽ അത് പൊളിറ്റിക്കലായി തന്നെയാണ് അർബൻ വോട്ടർമാർ വോട്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ കാരണങ്ങളുണ്ട്. അതേസമയം റൂറൽ വോട്ടിംഗ് എന്ന് പറയുമ്പോൾ അവിടെ CPM-ന്റെ സംഘടനാപരമായ ദൗർബല്യങ്ങൾ, അത് തിരുവനന്തപുരം പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള മുഴുവൻ പ്രദേശങ്ങളിലും ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്ഥാനാർത്ഥികളെ എവിടെയൊക്കെ അവതരിപ്പിച്ചോ അവരെ എല്ലാം പഞ്ചായത്ത് തലത്തിൽ റൂറൽ വോട്ടേഴ്സ് തോൽപ്പിച്ചിട്ടുണ്ട്. അത് സംഘടനാപരമായ പ്രശ്നമാണ്. നേതാക്കളുടെ താല്പര്യത്തിനനുസരിച്ച് സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കിയ സ്ഥലങ്ങളിലെല്ലാം തോൽപ്പിക്കപ്പെട്ടു. അത് യാഥാർത്ഥ്യവുമാണ്. ആ യാഥാർത്ഥ്യം അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ല. അതേസമയം അർബൻ വോട്ടിങ്ങിൽ മറ്റ് പൊളിറ്റിക്കലായിട്ടുള്ള പാറ്റേൺസ് ഉണ്ട്. അതിൽ ശബരിമല ബാധകമായിരിക്കാം, PM ശ്രീ ബാധകമായിരിക്കാം. അത്തരത്തിൽ നഗര വോട്ടർമാർക്കിടയിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ അഭിപ്രായ ഭിന്നതകൾ, അസ്വാരസ്യങ്ങൾ, അതൊക്കെയാണ് പൊളിറ്റിക്കൽ വോട്ടിങ്ങിൽ വരിക. അതൊക്കെ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് വളരെ നിഷ്കൃഷ്ടമായി വിലയിരുത്തുകയും സൂക്ഷ്മമായി പരിശോധിക്കപ്പെടുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ CPM-ന്റെ സംഘടനാ രീതി അറിയുന്ന ആർക്കും അത് ബോധ്യപ്പെടുന്ന കാര്യവുമാണ്. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ തെറ്റുകൾ സംഭവിച്ചിട്ടുള്ളത് ഞാൻ വിചാരിക്കുന്നത് സംഘടനാപരമായ പിഴവുകളാണ്. സംഘടനാപരമായ പിഴവുകൾ ചെറിയ പിഴവുകളല്ല. എല്ലാ ജില്ലകളിലെയും സംഘടനാ കമ്മിറ്റികൾ, റൂറൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന സംഘടനാ കമ്മിറ്റികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന പിഴവുകളുടെ ആ പിഴവുകൾക്ക് ജനങ്ങൾ ശിക്ഷ നൽകിയിട്ടുണ്ട്. അത് ഉത്തരവാദിത്തോടെ ബോധ്യപ്പെടുകയും പഴുതി തിരുത്താൻ തയ്യാറാവുകയും ചെയ്താൽ ഇടതുപക്ഷത്തിന് ഒരു പ്രയാസവും ഇല്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയും എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. തെറ്റുതിരുത്തൽ പ്രക്രിയയാണ് നടക്കുന്നത്.